അതെ, ഇന്ന് നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത നല്ല കുറച്ച് അടിപൊളി കിച്ചൺ ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എത്ര തുരുമ്പ് പിടിച്ച ദോശക്കല്ലിലും ദോശ എങ്ങനെ ചുട്ടെടുക്കാം, അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് നമ്മുടെ കതക് അടയാണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന കിടിലം കുറച്ച് ടിപ്പുകളാണ്. കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യത്തെ ടിപ്പേ, ചായ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? നല്ല കടുപ്പമുള്ള ചായ റെഡിയാക്കാൻ ഒരു അടിപൊളി സൂത്രം പറഞ്ഞു തരട്ടെ. ഇതുപോലെ ചായപ്പൊടി വെച്ചിരിക്കുന്ന ഡപ്പയിൽ ഒരു 1/4 ടേബിൾ സ്പൂണോളം കോഫി പൗഡറും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ചായ തയ്യാറാക്കുമ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ചായ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും. ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ ചായ തയ്യാറാക്കാൻ ഈ ഒരു സൂത്രം ചെയ്താൽ മതി കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ചില ദിവസങ്ങളിൽ മിക്സി ജാറിൽ മസാലയൊക്കെ പൊടിച്ചെടുക്കാനായിട്ട് എടുക്കുമ്പം വെള്ളം നനവുണ്ടാവാറുണ്ടല്ലേ. പൊതുവേ നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാറാണ് പതിവ്. പക്ഷേ വെയിലില്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു സൂത്രം ഉണ്ട് കേട്ടോ. ചിലരൊക്കെ കോട്ടൺ തുണി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ചെയ്താലും ബ്ലൈഡിൻ്റെ അടിവശത്ത് വെള്ളം നനവുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മിക്സിയുടെ ജാറ് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് പൾസ് മൂഡിൽ നമ്മളൊന്ന് കറക്കിയെടുക്കാം. അങ്ങനെ കറക്കിയെടുക്കുമ്പോൾ ഇതിനുള്ളിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് തെറിച്ചു പോകും. 1-2 പ്രാവശ്യം ഇതുപോലെ തുറന്ന് വെച്ച് പൾസ് മൂഡിലൊന്ന് കറക്കിയതിന് ശേഷം ഉണങ്ങിയ ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ 2-3 പ്രാവശ്യം ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അന്നേരം കഴുകിയെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറ് പോലും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണക്കിയെടുത്തിട്ട് മസാലകളൊക്കെ പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറ് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഓണാക്കുന്നത് കൊണ്ട് തന്നെ കൈയൊന്നും അകത്ത് പോകാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു ടിപ്പ് മിക്കപ്പോഴും ചെയ്യുന്നതാണ് കേട്ടോ. മീനൊക്കെ അരച്ചതിന് ശേഷമായിരിക്കും എന്തെങ്കിലും പൊടിക്കാനായിട്ട് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മിക്സിയുടെ ജാറ് ഉണക്കിയെടുത്തിട്ട് പൊതുവെ മസാലകളൊക്കെ പൊടിച്ചെടുക്കാറുള്ളത്. ദൈവം കണ്ടില്ലേ, നല്ല പോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവില്ല. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇതിലേത് മസാലകളും പൊടിച്ചിട്ട് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാവുന്നതാണ്. അടുത്ത ടിപ്പ് മിക്കവാറും പലരും ചെയ്യുന്നതായിരിക്കും കേട്ടോ. കോഫി പൗഡർ വാങ്ങിക്കൊണ്ട് വന്നാൽ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ കട്ട കെട്ടാറുണ്ടല്ലേ. അതൊഴിവാക്കാനായിട്ട് ഒന്നുകിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോഫി പൗഡർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ടിപ്പ് ചെയ്താലും മതി കേട്ടോ. വൃത്തിയുള്ളൊരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ എടുത്തിട്ട് അതിൽ കുറച്ച് അരിയിട്ട് നല്ലതുപോലെ മടക്കി നമ്മൾ കോഫി ബോട്ടിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കോഫി പൗഡർ കട്ട കെട്ടില്ല. എത്ര നാൾ കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോഫി ബോട്ടിലെ അവസാനത്തെ പൗഡർ എടുക്കുന്നത് വരേക്കും നല്ല ഫ്രഷ് ആയിട്ടും കട്ട കെട്ടാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു കോഫി ബോട്ടിൽ ഓൾമോസ്റ്റ് തീർന്നതാണ് കേട്ടോ. ഇനി വളരെ കുറച്ച് മാത്രമേ ഇതിനുള്ളിലുള്ളൂ. എന്നിട്ടും കണ്ടില്ലേ, നല്ല പോലെ തന്നെ കട്ട കെട്ടാണ്ട് ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഫി ബോട്ടിൽ തുറക്കുമ്പം ആദ്യം നമ്മൾ തുറക്കുമ്പോൾ ഉള്ള ആ ഒരു മണവും ഫ്രഷ്നെസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. തണുപ്പ് കാലമായാൽ നമ്മുടെ കതകും ജനലുകളും ഒക്കെ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ടല്ലേ. പൊതുവെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ആശാരിയെ വിളിച്ചിട്ട് അത് റെഡിയാക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇതുപോലൊരു മെഴുകുതിരി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആ ഒരു മെഴുകുതിരി നമ്മൾ കതക് അടയുന്ന ഭാഗം ഉണ്ടല്ലോ, ഒരു കട്ടളയുടെ ഭാഗം, അവിടെ നല്ലതുപോലെ നമുക്ക് ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കതകിൻ്റെ ആ ഒരു സൈഡിലും മെഴുകുതിരി വെച്ചിട്ട് ഞാൻ നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. ലോക്ക് ഇടുന്ന ഭാഗത്തും ഒക്കെ തന്നെ നല്ല രീതിയിൽ മെഴുകൊന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കതക് അടച്ചു നോക്കൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കതക് അടയ്ക്കാനും തുറക്കാനും കഴിയും. ഒട്ടും തന്നെ അടയാത്ത കതവാണെങ്കിൽ മെഴുക് 2-3 പ്രാവശ്യം ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നോക്കിയാൽ നല്ല പോലെ തന്നെ നമ്മുടെ കതക് അടഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുറത്തു നിന്ന് ഒരാശാരിയെ വിളിച്ച് ഇത് ചെയ്യുവാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം? അതുമാത്രമല്ല ചെറിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആശാരിമാർ കിട്ടാനും ഉണ്ടാവില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കമൻറ്റും ഒക്കെയാണ് ഞങ്ങളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് പുതിയ പുതിയ കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. അടുത്ത നമ്മുടെ ടിപ്പ്, തംബ്നെയിലിൽ കണ്ടതുപോലെ തുരുമ്പ് പിടിച്ച ഈ ഒരു ദോശക്കല്ല് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ സ്റ്റെപ്പ് കൊണ്ട് മെഴുക്കിയെടുത്തിട്ട് നോൺ സ്റ്റിക്ക് പോലെ ആക്കി ഇതിൽ ദോശ റെഡിയാക്കി കാണിക്കുന്നതാണ് കേട്ടോ.
ആദ്യം തന്നെ നമുക്ക് തുരുമ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതിനായിട്ട് ഡിഷ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഞാനൊന്ന് ഉരച്ച് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണ് അകവും പുറവും നല്ലതുപോലെ ഉരച്ച് കഴുകിയെടുക്കുന്നത്. തുരുമ്പ് പിടിച്ച് നമ്മൾ ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചിരിക്കുന്ന കാസ്റ്റ് അയൺ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, പുതുതായി വാങ്ങുന്ന ഇരുമ്പിൻ്റെ പാത്രങ്ങളും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് സീസണിങ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഉരച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സോപ്പിൻ്റെ അംശമൊക്കെ പോകാനായിട്ട് ഒരു 4-5 വെള്ളത്തിൽ നമ്മൾ നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ തവ അടുപ്പിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ചൂടായി വരുന്ന ഈ ഒരു തവയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പൊടിയുപ്പാണ് കേട്ടോ. ഉപ്പ് തവയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു രീതിയിൽ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ എടുക്കുന്നത് എള്ളെണ്ണയാണ് കേട്ടോ. എള്ളെണ്ണയിൽ തന്നെ സീസണിങ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ പാത്രങ്ങളിൽ തുരുമ്പ് പിടിക്കാതിരിക്കാനും എള്ളെണ്ണ കൊണ്ട് തടവി വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് എള്ളെണ്ണ നമ്മൾ എടുത്ത ഉപ്പിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മുടെ ഫ്ലെയിം ഓണാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പകുതി സവാളയാണ്. അത് ഏതെങ്കിലും ഒരു ഫോർക്കിലോ എന്തെങ്കിലും കുത്തി വെച്ചിട്ട് ഈ ഒരു ഉള്ളി ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു തവ നല്ലതുപോലെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. കയ്യിൽ ചൂട് തട്ടാണ്ടിരിക്കാനായിട്ട് ഫ്ലെയിം നമുക്ക് സിമ്മിലേക്ക് ആക്കാം. അതുപോലെ തന്നെ ഉപ്പും എണ്ണയും ആയതുകൊണ്ട് തെറിച്ച് നമ്മുടെ കയ്യിലേക്കൊക്കെ വീഴും കേട്ടോ. സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഈ ഒരു രീതിയിൽ സവാള വെച്ച് കുറച്ച് നേരം ഉരച്ചെടുത്ത് കഴിയുമ്പം ഈ ഒരു തവയിലുണ്ടായിരുന്ന ഇരുമ്പിൻ്റെ അംശങ്ങളൊക്കെ പോയി നല്ല നോൺ സ്റ്റിക്ക് പാത്രം പോലെ കിട്ടും കേട്ടോ. ഫ്ലെയിം നമ്മളിപ്പോഴും സിമ്മിലിട്ടാണ് ഇതെല്ലാം ചെയ്ത് എടുക്കുന്നത്. ഇതുപോലെ ഉരച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തവ തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നത്. സൈഡിലൊക്കെ ഞാൻ ഉപ്പ് ഉപയോഗിച്ചിട്ട് നല്ല പോലെ തന്നെ ഉരച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി തവയൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു തവയിലുണ്ടായിരുന്ന ഉപ്പിൻ്റെയൊക്കെ കളറ് മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സീസണിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര ഒട്ടിപ്പിടിക്കുന്ന ദോശക്കല്ലാണെങ്കിലും നമുക്കിതിൽ ദോശ ചുട്ട് പറക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ദോശക്കല്ല് തണുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിൽ ഞാനൊരു ദോശ കൂടി നിങ്ങൾക്ക് റെഡിയാക്കി കാണിച്ചു തരാം. തവ നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പം ഒരു തുള്ളി എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേ കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ദോശ തിരിച്ച് ഇടുന്നതെന്നുള്ളത്. ഒരൊറ്റ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് ഈ ഒരു ദോശക്കല്ല് നമ്മൾ നോൺ സ്റ്റിക്ക് പോലെ സീസണിങ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും ഇത്തരത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.